ഹായ് ഗേസ്. സോ ഈ കോഴ്സിൽ മുഴുവൻ നമ്മൾ യൂസ് ചെയ്യുന്ന എഡിറ്റർ VS കോഡാണ്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ഒക്കെ ചെയ്തിരുന്നു, ബേസിക് കോൺഫിഗറേഷൻ ഒക്കെ ചെയ്താണ് VS കോഡിൻ്റെ. സോ മേക്ക് ഷുവർ യു ഓൾറെഡി വാച്ച് ദറ്റ് വീഡിയോ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഗോ ത്രൂ ചെയ്യുമ്പോൾ സീക്വൻസ് ആയിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഗോ ത്രൂ ചെയ്യാനായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ടാണ് നിങ്ങൾ സീക്വൻസ് ആയിട്ട് ആ വീഡിയോ കാണാൻ ഞാൻ പറയുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ എഡിറ്ററിൻ്റെ പേഴ്സണൽ സെറ്റപ്പ് അനുസരിച്ചാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. ബട്ട് ഐ ഓൾവേസ് റെക്കമെൻഡഡ് നിങ്ങളുടെ സ്റ്റൈലിൽ നിങ്ങൾ ട്വീക്ക് ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ കോഡിംഗ് എന്നത് ലോങ് പ്രോസസ്സാണ്. സോ IDE ലുക്ക് ആൻഡ് ഫീലിൽ നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യണം. ആക്ച്വലി എനിക്കല്ല സ്യൂട്ട് ചെയ്യണം, നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യണം. സോ അത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈലിലേക്ക് ആക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ IDE അല്ലെങ്കിൽ ഏതെങ്കിലും IDE അല്ലെങ്കിൽ ഫസ്റ്റ് തിങ് കസ്റ്റമൈസ് ചെയ്യുന്ന തീമാണ് ആക്ച്വലി നമ്മൾ. സോ ഇവിടെ തീം എങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ, ഫയലിൽ പ്രിഫറൻസസ് തീംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ തീം ഉണ്ട്. സോ ഇഷ്ടംപോലെ തീംസ് ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കുറേ തീംസ് ഉണ്ട് ആക്ച്വലി. നിങ്ങൾക്ക് മോസ്റ്റ് ഡെവലപ്പേഴ്സ്, ഏറ്റവും കൂടുതൽ ഡെവലപ്പേഴ്സ് ബേസിക്കലി എന്താ വെച്ചാൽ ഡാർക്ക് തീമായിരിക്കും എടുക്കുന്നുണ്ടാവുക. കാരണം അത് കണ്ണിന് കാണാനൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയതുകൊണ്ട് ഡാർക്ക് ആയിരിക്കും പോകുന്നുണ്ടാവുക. ഈവൻ ഞാനും ഡാർക്ക് എടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ലൈറ്റ് തീം ആണെങ്കിൽ നിങ്ങൾക്കതിൽ ഗോ ത്രൂ നിങ്ങൾക്കത് ഓപ്റ്റ് ചെയ്യാം, അത് ഫൈനാണ് ആക്ച്വലി, ഒരു കുഴപ്പമില്ല. ആൻഡ് ഓഫ് കോഴ്സ് അഡീഷണൽ തീംസ് ഇൻസ്റ്റാൾ ചെയ്യാം. എക്സ്റ്റൻഷൻസ് മാർക്കറ്റ് പ്ലേസിലൊക്കെ ഉണ്ട്. സോ എക്സ്റ്റൻഷൻസ് നമുക്ക് എടുക്കാം. സോ അതൊക്കെ ഞാൻ ലേറ്റർ ഓൺ പറഞ്ഞുതരാം ആക്ച്വലി എന്താണെന്നുള്ളതൊക്കെ. ഓക്കെ, പിന്നെ ഞാൻ നോക്കുന്നത് ഫയൽ പ്രിഫറൻസസ് തീംസ്, ഫയൽ ഐക്കൺ തീമാണ്. ഓക്കെ, സോ ഇതിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഐക്കൺ തീമാണ് ആക്ച്വലി. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ ഞാൻ ലുക്ക് ആൻഡ് ഫീലാണ് ഇവിടെ വ്യൂവിൽ ബേസിക്കലി വ്യൂവിൽ അപ്പിയറൻസിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാം, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാം. സൈഡ് ബാർ, സ്റ്റാറ്റസ് ബാർ, ആക്ടിവിറ്റി ബാർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിക്കേണ്ട അല്ലെങ്കിൽ കാണിക്കാന്നുണ്ടെങ്കിൽ കാണിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ സൈഡിൽ അറേഞ്ച് ചെയ്യുക ആക്ച്വലി. നിങ്ങൾക്ക് കുറച്ചും കൂടി ഏതാണ് കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ആക്ടിവിറ്റി ബാർ ഞാൻ ഡീഫോൾട്ടാണ് കൊടുത്തേക്കണേ. എനിക്ക് ഈ സാധനങ്ങൾ കാണണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, ആക്ടിവിറ്റി ബാർ പൊസിഷൻ ഞാൻ ഹിഡൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ പോയി. അത് പക്ഷേ എനിക്കത് വേണം, എനിക്കത് കുറച്ചും കൂടി ഉള്ളതാണ് എനിക്ക് കംഫർട്ടബിൾ. സോ അതുകൊണ്ട് ഞാനത് ഡീഫോൾട്ടായിട്ട് വയ്ക്കുന്നു. ഓക്കെ, എന്തൊക്കെ കമ്മിറ്റ്സ് ചെയ്യണം, ഫയൽ സ്ട്രക്ചർ ബേസിക്കലി അതൊക്കെ അറിയാനായിട്ട് എനിക്ക് ഈ സാധനങ്ങളുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. ഓക്കെ, സോ ലേഔട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായി തോന്നുന്ന പോലെ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ അതുപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ചെക്ക് ചെയ്യുന്നത് കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെയാണ്. ഇപ്പോൾ കീബോർഡ് ഷോർട്ട് കട്ട്സിനെ കുറച്ച് ഗോ ത്രൂ ചെയ്യാം. VS കോഡിൽ ഇഫ് യു ചെക്ക് ഈച്ച് മെനു ലൈക്ക് ഇതുണ്ടോ, അൺഡു, റീഡു, കട്ട്. സോ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി കുറേയൊക്കെ. കോപ്പി, പേസ്റ്റ്, അൺഡു, റീഡുവിനൊക്കെ ഷോർട്ട് കട്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ഇതൊക്കെ സൂപ്പർ യൂസ്ഫുൾ ഷോർട്ട് കട്ട്സ് ആണ്. ഓക്കെ, സോ ഇത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് ഇത് കോപ്പി ചെയ്യാൻ Ctrl+C അടിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാനിവിടെ റൈറ്റ് ബട്ടൺ അടിച്ച് ഇവിടെ കോപ്പി ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ടൈം കുറച്ചും കൂടി എടുക്കും. സോ ഞാൻ Ctrl+C, Ctrl+V, സോ അങ്ങനത്തെ കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കി വയ്ക്കുക ഇപ്പോൾ. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു വേരിയബിൾ റീനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോഗ് എൻട്രീസ് നമ്മൾ മൂന്ന് സ്ഥലത്തുണ്ട്. സോ ഇതൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആൾട്ട്, ഞാൻ എക്സാമ്പിൾ ഇട്ട് കാണിക്കുകയാണ്. ഇവിടെ ഇത് സെലക്ട് ചെയ്യുക വേരിയബിൾ, എന്നിട്ട് ആൾട്ട് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക ഓരോന്നിനും. ഇപ്പം ഞാൻ A ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടോ, എല്ലാത്തിലും 3 A ആഡ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്ത 3, പിന്നെ B ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 B ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഇതൊക്കെ ഷോർട്ട് കട്ട്സ് ആണ് കുറച്ചുള്ളത്. സോ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, അത് റീനെയിം ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റീഫാക്ടറിങ്ങിനൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്യാമെന്ന് മാത്രം ആ ഷോർട്ട് കട്ട്സ്. ഓക്കെ, പിന്നെ ചില സമയത്ത് നിങ്ങൾ ഷോർട്ട് കട്ട്സ് നിങ്ങളുടെ രീതിയിൽ വിചാരിച്ച പോലെ വർക്ക് ആവുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ കീബോർഡ് ലേഔട്ട് ഡിഫറെൻ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ കോമ്പിനേഷൻ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് വർക്ക് ആവുന്നുണ്ടാവില്ല. കീബോർഡ് വിചാരിച്ച പോലെ വർക്ക് ഉണ്ടല്ലോ. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇതിൽ പ്രിഫറൻസസ് ഉണ്ട്. പ്രിഫറൻസസിൽ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉണ്ട്. സോ കീബോർഡ് ഷോർട്ട്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. സെർച്ച് ബാറിൽ കാണുന്നുണ്ടെങ്കിൽ കോപ്പി, ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിക്കുകയാണ്. സോ കോപ്പി ചെയ്യാനുള്ളത്
കമാൻഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ അത് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കമാൻഡ് അറിയാം, പക്ഷേ അതിൻ്റെ ഫങ്ഷനാലിറ്റി എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ CNT CTRL D. സോ കൺട്രോൾ ഡിയുടെ കമാൻഡ്സ് ഫുള്ള് നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ബാർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആ കോമ്പിനേഷൻ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ കാണാൻ പറ്റും. സോ ഇതൊക്കെ ഒരു ടോട്ടലി കസ്റ്റമൈസ് ആണ്. നിങ്ങളുടെ ഓപ്ഷനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം, ലൈക്ക് ചെക്ക് ചെയ്യാം ഉള്ളതാണ്. പക്ഷെ ഞാൻ കുറേയൊന്നും യൂസ് ചെയ്യുന്നില്ല. 100 കീബോർഡ് കുറേ ഇതുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ബേസിക്കലി. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യണത് നിങ്ങൾ ഇത് ഫുള്ള് കാണാപ്പാടൊന്നും പഠിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ഒട്ടും കാണാപ്പാടം പഠിക്കരുത്. നിങ്ങൾ കോഡ് എഴുതുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഓക്കെ എനിക്ക് ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് കോപ്പി ചെയ്യാൻ ഷോർട്ട് കട്ട് അറിയില്ല. അപ്പം ഞാൻ ആ കോപ്പിയുടെ ഷോർട്ട് കട്ട്, ഒരു വേരിയബിൾ കോപ്പി ചെയ്യാനുള്ളത് ഷോർട്ട് കട്ട് തപ്പും, എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കും ആ ഷോർട്ട് കട്ട്, അത് യൂസ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഓരോരോ ഷോർട്ട് കട്ട് പഠിക്കണതാണ് വളരെ ബെറ്റർ. ആക്ച്വലി നിങ്ങൾക്ക് ആവശ്യമുള്ള ഷോർട്ട് കട്ട്സ് പഠിക്കുക. അത് നിങ്ങൾ എൻകൗണ്ടർ ചെയ്യും, ഓരോ പ്രശ്നം വരുമ്പോൾ ഓരോ സ്റ്റേജിൽ എൻകൗണ്ടർ ചെയ്യുമ്പോൾ ആ ഷോർട്ട് കട്ട്സ് നിങ്ങൾ പഠിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്ലോലി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഹാബിറ്റും കൂട്ടും അതോടുകൂടി. ഓക്കെ, സോ ഇപ്പോൾ ബേസിക്കലി നമ്മൾ കവർ ചെയ്ത് തീംസ് കവർ ചെയ്തു, ഐക്കൺസ് ബാക്കൊക്കെ ജസ്റ്റ് ഗോ ത്രൂ ചെയ്തിരുന്നു, അഡ്ജസ്റ്റ് ലേ ഔട്ട് ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ പറഞ്ഞു IDE നിങ്ങളുടെ രീതിയിലുള്ള ചെയ്യാൻ പറഞ്ഞിരുന്നു. സോ ദാറ്റ്സ് ഹൗ യു മേക്ക് യുവർ IDE വർക്ക് സ്മാർട്ടർ ഫോർ യു, നോട്ട് അതർ വേ അറൗണ്ട് എന്ന് പറഞ്ഞു ബേസിക്കലി. സോ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൺവീനിയൻ്റ് ഉള്ള രീതിയിൽ ഐഡിയ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. കീപ് ട്വിക്കിംഗ്, കീപ് എക്സ്പ്ലോറിങ്, ആൻഡ് soon your VS Code feel like you are coding home. So I'm winding it up. Thanks a lot. Bye.